സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്നും ഉദ്ദേശം 8,000 കോടി രൂപയാണ് മോദിയുടെ PR വർക്കിന് വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത്. അതായത് ഞാനും നിങ്ങളുമൊക്കെ അടക്കുന്ന സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നും 8,000 കോടി രൂപ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ PR വർക്കിന് വേണ്ടി മാത്രം ചിലവഴിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായ നമ്മുടെ ഭാരതത്തിൽ. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ വാർത്ത അത്ര വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. അൻവറിൻ്റെ യുദ്ധവും അർജുനൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള ആശയ വൈരുദ്ധ്യങ്ങളുമൊക്കെ ആയിട്ട് തകർക്കുന്ന നമ്മുടെ കേരള മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത കണ്ടില്ലെന്ന് നടിച്ചു. ഇത് ഒരു തൃണമൂൽ MP ഉന്നയിച്ച ഗൗരവമായ ഒരു ആരോപണമാണ്. ദേശീയ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുമെങ്കിലും മലയാളികളുടെ മുന്നിൽ അത്ര ശ്രദ്ധ ആകർഷിച്ചില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ RR ടോക്സ് ഇത്തവണ കൈകാര്യം ചെയ്യുന്ന വിഷയം സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്നും 8,000 കോടി രൂപ മോദിയുടെ PR വർക്കിന് ഉപയോഗിച്ചു എന്ന ആരോപണം തന്നെയാണ്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെയാണ് ഇത്ര ഗൗരവമുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്ന് 8,000 കോടിയോളം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PR വർക്കിനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചുവെന്നാണ് MPയുടെ ആരോപണം. ഇന്ത്യ സർക്കാരിൻ്റെ മിക്ക പരിപാടികളും മോദിയെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാണെന്നും മോദിയുടെയും BJPയുടെയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നികുതിദായകരുടെ പണമാണെന്നും എക്സിലെ പോസ്റ്റിൽ തൃണമൂൽ MP പറഞ്ഞു. സ്വച്ഛ ഭാരത് ഫണ്ടിൽ നിന്ന് ഏകദേശം 8,000 കോടി, അതായത് $950 മില്യൺ മോദിയുടെ സ്വകാര്യ PRന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ മോദി സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ്റെ 10ാം വർഷം ആഘോഷിച്ചു. എന്നാൽ ഈ പ്രചാരണം കൊണ്ട് എന്താണ് നേടിയതെന്നും ഗോഖലെ ചോദിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. 2014 മുതൽ ഇന്നുവരെയുള്ള പരസ്യങ്ങൾ, PR ക്യാമ്പയിനുകൾ, മറ്റ് പബ്ലിസിറ്റി മെറ്റീരിയലുകൾ എന്നിവയ്ക്കായി സ്വച്ഛ് ഭാരതിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് 8,000 കോടിയോളം രൂപ മോദി ചെലവഴിച്ചു. സ്വച്ഛ് ഭാരതിൻ്റെ മിക്കവാറും എല്ലാ പരസ്യങ്ങൾക്കും ഒരു വലിയ തുക വരും. നോട്ട് അസാധുവാക്കലിന് ശേഷം ഇന്ത്യയുടെ പുതിയ കറൻസി നോട്ടുകളിൽ പോലും സ്വച്ഛ് ഭാരത് എന്ന മുദ്ര പതിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന തരത്തിലായിരുന്നു മോദിയുടെ സ്വകാര്യ PR വർക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടതാണെന്നും പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുക ഞെട്ടിക്കുന്നതാണെന്നുമാണ് ഗോഖലെയുടെ പ്രസ്താവന. ഇതൊരു ക്യാമ്പയിൻ മാത്രമാണ്. എന്നാൽ ഇന്ത്യ സർക്കാരിൻ്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. മോദിയുടെയും BJPയുടെയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന നികുതിദായകരുടെ പണമാണ് എന്നാണ് ഗോഖലെയുടെ ആരോപണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തയും ശ്രീ നരേന്ദ്രമോദിയുടെ പരസ്യങ്ങളുമൊക്കെ കാണുമ്പോൾ RR ടോക്സിന് ഓർമ്മ വരുന്നത് ഉദയനാണ് താരത്തിലെ ശ്രീനിവാസന്റെ ഡയലോഗാണ്. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, അതുമാത്രം. ഇത്രയൊക്കെ PR വർക്ക് നടത്തിയിട്ടും ഇത്തവണ BJPക്ക് കാര്യമായ വിജയം നേടാനായില്ല, ഒറ്റയ്ക്ക് ഭരിക്കാനായില്ല എന്നൊരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നു. എന്തായാലും ഇത് മലയാളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയാണ് എന്ന് RR ടോക്സ് വിശ്വസിക്കുന്നില്ല. ഇവിടെ പിണറായി വിജയനെതിരെയും പലപ്പോഴും വന്നിട്ടുള്ള ആരോപണം ചെയ്യാത്ത കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് സർക്കാർ ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ നികുതി പണത്തിൽ നിന്നും പരസ്യത്തിനായി ചിലവഴിക്കുന്നു എന്നതാണ്. അതുതന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പിന്തുടരുന്നത്. ഇതിൽ നിന്നെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്ന പാർട്ടി ഏതുമാകട്ടെ, അവർക്കാർക്കും തന്നെ ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ല, ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ല. ജനങ്ങളുടെ നന്മ അവരുടെ ലക്ഷ്യമേ അല്ല, മറിച്ച് ജനങ്ങളുടെ തന്നെ നികുതി പണം എടുത്ത് PR വർക്കിലൂടെ കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിച്ച് വീണ്ടും ഇലക്ഷനിൽ ജയിക്കുക എന്നത് മാത്രമാണ് എല്ലാ പാർട്ടികളുടെയും ഉദ്ദേശം. അത് പിണറായി വിജയനാകട്ടെ, നരേന്ദ്രമോദിയാകട്ടെ, ഇനി വരുന്ന കോൺഗ്രസ് സർക്കാരാകട്ടെ. ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത്, ഇത്ര കോടി ബഡ്ജറ്റുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടുകൾ വകമാറ്റി ചിലവാക്കുമ്പോൾ സാധാരണ ജനത്തിന് കിട്ടേണ്ട അവകാശങ്ങളാണ് അല്ലെങ്കിൽ വികസനങ്ങളാണ് നഷ്ടമാകുന്നത്. RR ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഈ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.